ഫുള്ളായിട്ട് ബ്ലറാവുന്ന വീഡിയോ ഫുള്ള്. ഇതെന്താണ്? ഹലോ, അപ്പോൾ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം. ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീമായിട്ട് പോണ രണ്ടാമത്തെ വ്ലോഗാണ്. നമ്മൾ പോകുന്നത് ഹട്ടിയിലോട്ടാണ്, ദേവാലയ ഹട്ടി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ പുലർച്ചയ്ക്ക് പോയിട്ട് ഒരു 10-11 മണി ആ റേഞ്ചിക്ക് തിരിച്ചു വരാനാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ കറന്റ് നിൽക്കുന്ന ഇടക്കരയാണ്. നമ്മൾ വന്ന ടൈമിന് അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ വെതർ നമ്മളവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും എന്തൊക്കെയാവുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇനി ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരെ കാണിച്ചു തരാം. വേദയുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ നോക്കാം. ഓക്കെ, ഓയ് ഇവിടെ എന്താ അവസ്ഥ? സമയം 5:19. 5:19. 5 മണിക്കല്ലേ വരാൻ പറഞ്ഞത്? 5 മണിക്ക് എന്ത് സംഭവിച്ചിട്ട് പോകുന്നു പറഞ്ഞ ആളാണ് ഞാൻ. പക്ഷേ ആരും എത്തിയിട്ടില്ല. അതടക്കട്ടെ. എന്താണ് ഇന്നത്തെ ഒരു ട്രിപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? എന്തൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? കഴിഞ്ഞ പ്രാവശ്യം എക്സ്പെക്ട് ചെയ്തൊക്കെ മൂഞ്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് നോക്കണ്ട. അതായത് നിങ്ങൾ ഹട്ടിയിൽ ഓൾറെഡി പോയതല്ലേ? നിങ്ങളാണ് അപ്പോൾ മെയിൻ. ഓക്കെ കഴിഞ്ഞ വണ്ടി എടുത്ത് കറന്റ് സമയം 6 മണിയാണ്. നമ്മളിപ്പോൾ നിൽക്കണ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നാടുകാണി സ്ഥലത്തിലെ ഫസ്റ്റ് വളവ് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പം നമ്മൾ നിൽക്കണേ. ഇനി ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു. അടിപൊളി വ്യൂ ആണ്. അടിപൊളി വ്യൂ ആണ്. ഓക്കെ, ഫുള്ള് കോടയായിട്ടുള്ള വ്യൂ ആണ്. ഇത് ക്യാമറയിൽ എത്ര കിട്ടുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മളൊപ്പമുള്ള ആൾക്കാരെ കാണിച്ചു തരാം. 6 മണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏകദേശം ഈ ടൈം ആയപ്പോഴേക്കും എത്തിയിട്ടുള്ളൂ. കറന്റ്ലി സമയം 6 മണി. ഇപ്പോഴും ഇവിടെ എത്തിയിട്ടുള്ളൂ. എക്സ്പ്രഷൻ ഫുള്ള് മൂഞ്ചിയില്ലേ ഇപ്പൊ തന്നെ? കറക്റ്റ് ടൈം കാണുന്നുണ്ടോ? 5 മണിന്ന് പറഞ്ഞു. ഇപ്പൊ ആകെ 6:03 ആയിട്ടുള്ളൂ. പക്ഷെ വ്യൂ ഒക്കെയാണ്. സമയം ഇപ്പോൾ കറന്റ് 6:15, 6:20 ആ റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചുരം കയറിയിട്ട് ഫസ്റ്റ് വളവ് കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ പോകുന്നത് ചെക്ക് പോസ്റ്റാണ്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഹട്ടിക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ. നമുക്ക് കോടയും കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല, പക്ഷെ നല്ല തണുപ്പും കാര്യങ്ങളും വരുന്നുണ്ട് ഇവിടെ. അതാണ്. അപ്പോൾ നമ്മൾ കറന്റ്ലി ഒഫീഷ്യലി ഒക്കെ ഇവിടെ എത്തിക്കുന്നത്. നമ്മൾ കേരളം വിട്ട് കേരളം വിട്ട് കഴിഞ്ഞാൽ റോഡിന്റെ കോലം കൂടിയാണ്. ഇപ്രാവശ്യം അത്രയുടെ മൂണ്ടിയിട്ടില്ല എന്ന് പറയാം. നമ്മളൊരു 3/4% കയറി വന്നപ്പോഴേക്കല്ലേ കോട കിട്ടി തുടങ്ങി. മനസ്സിലായി. കോട മാത്രമല്ല, ഫ്രീ ആയിട്ട് നമുക്ക് മഴയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കോട്ടനുണ്ട് എന്നാണ് തോന്നുന്നത്. ആ രീതിക്കാണ് പോക്ക്. വലിയ സ്ട്രോങ് ആയിട്ടില്ലതാനും നല്ല ചാറ്റൽ മഴ ഉള്ളതാണ്. ആ രീതിയിലാണ് പെയ്യുന്നത്. മഴയാണോ മഞ്ഞാണോ എന്ന അവസ്ഥ മനസ്സിലാവണില്ല. ആഷിക്ക് എന്താ പറയല്ല, മഴയാണോ മഞ്ഞാണോ? ഇത് വോട്ട് ചെയ്യാൻ കുത്തിരിക്കുന്നത്. പക്ഷെ നല്ല
ഭംഗിയുണ്ട് കാണാം. അങ്ങനെ ഇതാണോ ബാലാജിന്റെ ചായക്കട? റാഷിയുടെ ഫേവറേറ്റ് ചായക്കടയാണെന്നാ പറയുന്നത്. അങ്ങനെ ഗൈസ് നമ്മളെല്ലാവരും ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടല്ലോ. ഒരുപാട് സോ അപ്പൊ ഞമ്മക്ക് ചെക്ക് പോസ്റ്റ് കിടക്കാം. ഇവിടുന്ന് നേരെ നമ്മളിവിടെ പോകും. നല്ല മഴയുണ്ട്. ഇവിടെ ഇപ്പോൾ കോടയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ മഴയുണ്ട്. എവിടെ കോടയൊക്കെ മേലുണ്ട്. സോ ഇറ്റ്സ് എ റേസ്. സോ ഗൈസ് തിരിഞ്ഞിട്ട് അധികം ദൂരം പോകാല്ല. ജസ്റ്റ് ഇവിടുത്തെ ഈ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റുള്ള വളവിലാണ് തിരിയാൻ പോകുന്നത്. തിരിഞ്ഞോ? കണ്ടിട്ട് കോട ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്, ഇല്ലമായി തോന്നുന്നുണ്ട്. പക്ഷെ എന്തായാലും മഴ ചെയ്തിട്ട് ആകെ നനഞ്ഞിട്ടുണ്ട്. ആണ്. അപ്പോ കറന്റ്ലി എന്തായാലും മഴയാണ് നമുക്കുള്ളത് അല്ലേ? നമ്മള് കോട കാണാനാ വന്നത്. പക്ഷെ അന്ന സമയം കുറച്ച് വൈകിപ്പോയി അല്ലേ? കുറച്ച് ലൈറ്റ് വളരെ കുറച്ച് വൈകിട്ടുള്ളൂ. ഏകദേശം 2-2.5 മണിക്കൂർ. സ്വാഭാവികമാണ്, നമ്മൾക്ക് മിസ്റ്റേക്ക് അല്ല. നമ്മൾ 4:30 നീച്ചിട്ടുണ്ട്, 3:30 നീച്ചിട്ടുണ്ട്, 4:30 എത്തിയിട്ടുണ്ട്. കമ്മിറ്റഡ് പേഴ്സൺസ് നമ്മൾ നോക്കട്ടെ. എന്താണ് ആക്ച്വലി അവിടെ പൂജയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. വീഡിയോ എടുക്കുമ്പോഴേക്കും ക്യാമറ ബ്ലറാണ്. വാട്ടർ പ്രൂഫ് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ക്യാമറയിലേക്ക് വെള്ളം നല്ലോണം ചാടുകയല്ലേ. പക്ഷെ ന്യൂസും കാര്യങ്ങളൊക്കെ സെറ്റാണ്. അടിപൊളി മഴയാണ്. മഴ സെറ്റല്ലേ? മഴ സെറ്റാണ്. ഭാഗ്യത്തില്ലെങ്കിലും റോഡും അടിപൊളി റോഡാണ്. ഫുള്ളായിട്ട് ബ്ലറാവേണ്ട വീഡിയോ ഫുള്ള് ആകെ മഴ ചെയ്തിട്ട് എവിടെയെങ്കിലും ലൊക്കേഷനോ അല്ലെങ്കിൽ മഴയൊന്നും കുറഞ്ഞിട്ട് നമുക്ക് ബാക്കി വീഡിയോസ് നമ്മൾ ഇതിന് വിലക്കല്ലേ മോളെ? നമ്മൾ പോകാൻ കണ്ട ലൊക്കേഷൻ പറഞ്ഞുതരാം. ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഉണ്ട്. അതെ, വളരെ മനോഹരമായ അടിയാണ്. പക്ഷെ നമ്മൾ ചെറുതായിട്ട് പൂജിച്ചു വന്നിട്ട് ഫോറസ്റ്റാണ്. മൂഞ്ചി പോയി. എന്താ പറഞ്ഞേ? മൂഞ്ചി രാവിലെ 5:30 നീച്ചത് മൂഞ്ചി. വണ്ടി തിരിക്കെന്തായാലും നമ്മൾ വന്ന സ്ഥലത്താണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട്. ഓക്കെ സൽമ
മഴ പറഞ്ഞു കോട പറഞ്ഞു മഴ പറഞ്ഞു കോട പറഞ്ഞു എല്ലാം ഉണ്ട്. സോ ഗൈസ് വന്ന സ്ഥലമൊക്കെ സെറ്റാണ്, ക്ലൈമറ്റ് ഓക്കെയാണ്, പക്ഷേ കയറാൻ പറ്റൂല. ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഉണ്ട്, കയറാൻ പറ്റൂല എന്നാ പറയണേ. എന്താ റീസൺ എന്നുള്ളത് കിട്ടിയിട്ടില്ല, അതോടെ പറഞ്ഞു. നമുക്ക് പോയി ചോദിച്ചോ. ഓക്കെ, എന്തായാലും സംഭവം ഇനി നേരെ ഓപ്പോസിറ്റ് വഴി പോയേക്കാം. എന്താണെന്നൊക്കെ ചോദിച്ചാ ഐ ഡോണ്ട് നോ. ടീ ഫാക്ടറി. ഓക്കെ, നമ്മൾ ടീ ഫാക്ടറിക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പോയി എത്തുന്ന പറയണേ, പോയൊക്കെ പോട്ടെ 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 പോട്ടെ. ആയി ബാക്കി വണ്ടിക്കാരോടെ മൂഞ്ചി ഞാൻ അപ്പളേ പറഞ്ഞ അതിന് മേലേക്ക് കയറ്റി വിടില്ല, ഫോറസ്റ്റ് ഉണ്ടാവില്ല. ഫോറസ്റ്റ് ഉണ്ടാവില്ല എന്നല്ലേ പറഞ്ഞു. കിണറാണ് ഇത്, കിണറാണ്. ഇതാണോ ചോക്ലേറ്റ് ഫാക്ടറി? ഇതാണോ നായ ചോക്ലേറ്റ് ഫാക്ടറി? ഇതാണോ ചോക്ലേറ്റ് ഫാക്ടറി? നമ്മൾ മാത്രമല്ല, നമ്മളൊപ്പം ആരൊക്കെയോ വന്നിട്ടുണ്ട്. ഇതിന്റെ മുൻകൾക്ക് അതാണ്. ഇതോ റാഷിദേ, ഇത് ഏതാ ഇതിലെ പോയ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ടെന്ന് പറയുന്നത് സത്യമാണോ? നമുക്ക് ഡാൻസ് കളിച്ച് പാട്ട് നമുക്ക് ഡാൻസ് കളിച്ച് പോയാലോ? പാട്ടിന് ഡാൻസ് കളിച്ച് പോവാ. മിസ്റ്റർ ആനന്ദ്, നീ അറിഞ്ഞോ ഞങ്ങൾ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്? അതെ അതെ, വെരി വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. രാവിലെ 3:30 നീച്ചിട്ട്, ഈ എപ്പോ നീച്ചു? ഞാൻ വിളിച്ചില്ലേ? ഞാൻ 4 മണി. 4 മണിക്ക് നീച്ചു, 3:00 നീച്ചു. എന്തായാലും എടാ നിങ്ങൾക്ക് ലാഭമുണ്ട്, നിങ്ങൾ നനഞ്ഞിട്ടില്ല. ബാക്കിയെല്ലാം നനയും കൂടി ചെയ്തിട്ട്. മിസ്റ്റർ, നിങ്ങളുടെ മുഖം കണ്ടിട്ട് എന്തോ പോയി എന്തിന്റെയോ മാറ്റിണ്ടെന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ ഒന്നുമില്ല. മഴ കഴിഞ്ഞ കോട വരുന്നു പറഞ്ഞില്ലോ. മഴ കഴിഞ്ഞിട്ട് കോട വരുന്നു പറഞ്ഞില്ലോ. സംഭവം പാളിയിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ചിലപ്പോൾ റെഡി ആയിക്കോളുന്നില്ല. നമ്മളത് റെഡി ആയിട്ടില്ല, പക്ഷെ നമ്മള് ഇല്ലതുകൊണ്ട് സന്തോഷപ്പെടണം. നമ്മള് എവിടേതും കൂടി നേരത്തെ ഏതോ തീരെ തുടങ്ങി വന്നിട്ടുണ്ട്. ഹട്ടി കുറച്ച് അപ്പുറത്താണെങ്കിലും നമ്മൾ കുറച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഓക്കെ. ഹട്ടിയിൽ വന്നിട്ട് മൂഞ്ചി ശരിക്ക് ഫോട്ടോക്കാലിലെ അത്രപ്പാട് എന്തോ സാധനം കണ്ടിട്ടുണ്ട്. ഇത് എന്താന്ന് മനസ്സിലാവുന്നില്ല. ഇതെന്താ? ഇവിടെ ഒരു ഓട്ടുണ്ട്. ഇതിന്റെ ഇവിടെ ഒരു ഓട്ടുണ്ട്. ഐ ഗസ് ഇത് വാട്ടർ ടാങ്ക് തോന്നുന്നുണ്ട്. എന്താണ് ഇവിടെ? കേറി
നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ഷാജിൽ കാണിക്ക്. ഫൈനലി മാറവിടുന്ന് നമുക്ക് അട്ടേന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അയ്യോ കടിക്കണ്ട തന്നെ കടിക്കാതെ അതാണ്. അപ്പൊ എടുത്ത് മാറ്റി നോക്കതിനെ. ഈ കാലിന്റെ ഇടയിലാണ് പിടിച്ചിക്കണത്. അതാ തട്ടാൻ ചാത്തി. അവിടെ ഇവിടെ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അയച്ചറിയില്ല, കേറിക്കോ. എന്നാ നീ ഫോൺ പിടിച്ച ഇതെന്താണ്? കൈ വേണോ? കൈ വേണോ? കാട്ടറ കൈ. ഈ കൈ ഇവിടെ എടുക്കാൻ പറ്റണ്ടേ? എന്നാ മറ്റേ കൈയാട്ട്. മറ്റേ കൈയാണ് ലോക്കായി കിടക്കണേ. കേറാ. പോന്നായേ അതിന് പോയാ കിട്ടൂല. റാഷിനെ കയറ്റിയോ? നോക്കി നിക്കണേ. ഓ അവിടേക്ക് നോക്ക്. Guys, ഹട്ടി ഇറ്റ്സ് ഓവർ റൈറ്റ് നൗ. അല്ല എന്ത് പറയാ, ഒരുപാട് പ്രതീക്ഷിച്ച് വന്നതാണ്. ബട്ട് ഒന്നും നടന്നില്ല. കുറേ മഴ കൊണ്ടു, കുറേ വ്യൂ കണ്ടു, കുറേ എൻജോയ് ചെയ്തു. അതൊക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. വൈബ് സെറ്റായിട്ട് കേട്ടോ. കുറച്ച് വീഡിയോസൊക്കെ ഇതിനകത്ത്. വിശാലേട്ടാ സ്റ്റേ ദർ. നിങ്ങളാകുമ്പോൾ നല്ല ഡീറ്റെയിൽ. ഓക്കെ അവിടെ നിൽക്ക്, ചോദിക്കട്ടെ. അതായത് നമ്മളേതായാലും ഹട്ടി വന്നിട്ട് നമ്മൾ മൂഞ്ചി അവിടെ ക്ലോസ് ചെയ്തു. ഓവറോൾ നിങ്ങൾക്ക് എന്താണ് ഒരു റിവ്യൂ ആയിട്ട് പറയാല്ലേ? സെറ്റായി അല്ലേ ഈ ഒരു വ്യൂ? ഈ ഒരു സംഭവം സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യുന്നു. അൺഎക്സ്പെക്റ്റഡ് കിട്ടിയ സാധനമാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ സാധനമാണ്. ബട്ട് റിയലി 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 അമേസിങ്. കയറാൻ കഴിയുന്ന ആൾക്കാർ കയറുക. എത്ര വലിയ ടീംസ് ഒരുമിച്ചുണ്ടാകുമ്പോൾ അത് വേറെ തന്നെ വൈബ് കൊണ്ടാണ് പ്രതിസന്ധിച്ചു എന്ന് പറയാം. അതെ അതെ അതെ, അതാണ് അതിൻ്റെ ഒരു. ഇല്ല കഴിഞ്ഞിട്ടില്ല, പറഞ്ഞോ. അതാ അതിനാണ് ഇപ്പം ഇത്രയും കഷ്ടപ്പെട്ട്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. സോ ഗായ്സ്, ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഒപ്പം വന്ന എല്ലാവരും കളിച്ചിട്ട് ഓക്കെ. അങ്ങനെ ഫൈനലി നമ്മൾ ബോർഡർ വീണ്ടും തിരിച്ച് ക്രോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്തതാണ്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും മസാല ദോശ വേണമെന്ന് പറഞ്ഞിട്ട് നേരെ അവിടുന്ന് തിരിച്ച് ഞങ്ങൾ നേരെ തിരിച്ചു വന്നത്. ഓക്കെ,
ഇപ്പം നിൽക്കുന്നത് ഗൂഡല്ലൂരാണ്. ഗൂഡല്ലൂർ ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇത് കറന്റ് ഇവിടുത്തെ അവസ്ഥയാണ്. ഇവിടെ ഇപ്പോഴും കോഡ് ഇറങ്ങുന്നുണ്ട്. ബട്ട് റിട്ടേൺ പോകാൻ ടൈമായി. ട്രിപ്പ് പോകും ചെയ്യാൻ അടിപൊളി കോട കിട്ടിയില്ലേ അല്ലേ? നോക്കി എന്താ കോട കണ്ണാണില്ല. ആ അതെ നല്ല കോള ഗൈസ്, അടിപൊളി കോള. സമയത്ത് ഏകദേശം 11 മണിക്ക് അടുത്തായി കാണും. ബട്ട് സ്റ്റിൽ അടിപൊളി ക്ലൈമറ്റ്. ഞങ്ങൾക്ക് രാവിലെ കിട്ടിയതിനൊക്കെ കൂടുതൽ അല്ലേ? രാവിലെ ഒക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇത്ര കിട്ടിയിട്ടില്ല തോന്നുന്നുണ്ട്. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ദാറ്റ്സ് പ്യുവർ ബ്യൂട്ടിഫുൾ. ആയിട്ടാണ്. ഓ മോൻ ആ ടിപ്പൊക്കെ കണ്ടിട്ടുണ്ട്. പറയാനുള്ള കേട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ലൊക്കേഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഐ ഗസ് ടൈമല്ല മെയിൻ റീസൺ, ലക്കാണെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ രാവിലെ നേരത്തെ വന്നിട്ട് ഇത്ര കോടിന് കിട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ തിരിച്ചു പോകുന്ന ടൈം പറയുന്നത് ഏകദേശം 11 മണി ആ റേഞ്ചിലാണ്. ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ട് അതിൻ്റെ കോടയില്ല. അതായത് ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കാണില്ല. അത്രയും തിക്കായിട്ട് കിട്ടുന്നുണ്ട്. രാവിലെ കിട്ടിയതിനൊക്കെ ഐ ഗസ് 2 മടങ്ങോ 3 മടങ്ങോ അധികം കോട ഈ ടൈമിൽ കിട്ടുന്നുണ്ട്. ഇറ്റ്സ് ഓൺലി ബേസ്ഡ് ഓൺ യുവർ ലക്ക്. അത് മതി.